ഇന്ത്യൻ വിപണിയിൽ കൊറിയൻ ബ്രാൻഡുകളുടെ വിഹിതത്തിൽ ഇടിവ്. ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ ഇന്ത്യൻ കമ്പനികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. കൊറിയൻ ബ്രാൻഡുകളായ ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ, കിയ ഇന്ത്യ തുടങ്ങിയവയ്ക്ക് വിൽപ്പനയിൽ ഇടിവ് നേരിട്ടു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ സ്ഥിതി നേരെ വിപരീതമായിരുന്നു. 2022 സാമ്പത്തിക വർഷത്തിൽ കൊറിയൻ കമ്പനികളുടെ വിഹിതം 21.77% ഇന്ത്യൻ വിഹിതം 19.51%. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ടാറ്റയും മഹീന്ദ്രയും ചേർന്ന് 2,81,436 യൂണിറ്റുകൾ വിറ്റഴിച്ചുകൊണ്ട് കാർ വിപണിയുടെ 27.81% വിഹിതം കൈവരിച്ചു. ഹ്യുണ്ടായിയും കിയയും സംയുക്തമായി ഈ പാദത്തിൽ 1,98,822 യൂണിറ്റുകളാണ് വിറ്റഴിച്ചത്. വിപണി വിഹിതത്തിൽ 19.65% ഇവരുടെ സംഭാവന. ശക്തമായ SUV പോർട്ട്ഫോളിയോ, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ, ഇലക്ട്രിക് വെഹിക്കിൾ വിഭാഗങ്ങളിലെ പുതിയ ഉൽപ്പന്ന ലോഞ്ചുകൾ, തന്ത്രപരമായ വില നിർണയ തീരുമാനങ്ങൾ എന്നിവയാണ് ഇന്ത്യൻ കാർ നിർമ്മാതാക്കൾ ശക്തമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുള്ള കാരണങ്ങൾ. വെല്ലുവിളികൾക്കിടയിൽ മത്സരം നിലനിർത്താൻ ഹ്യുണ്ടായിയും കിയയും പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കേണ്ടി വരുമെന്ന അഭിപ്രായമാണ് വിദഗ്ധർ പങ്കുവയ്ക്കുന്നത്. എക്സ്റ്റർ, വെന്യൂ, ക്രെറ്റ, അൽകാസർ, ട്യൂസൺ, ക്രെറ്റ ഇലക്ട്രിക്, അയോണിക് 5 എന്നിവയാണ് ഹ്യുണ്ടായി വാഗ്ദാനം ചെയ്യുന്ന SUV-കൾ. സോണറ്റ്, സീറോസ്, സെൽറ്റോസ്, EV6, EV9 എന്നിവയാണ് കിയയുടെ SUV-കൾ. പുതുതലമുറ വെന്യൂ ആണ് ഹ്യുണ്ടായിയുടെ വരാനിരിക്കുന്ന പ്രധാന ലോഞ്ച്. ക്രിയയ്ക്ക് സീറോസ് EVയെ ഇന്ത്യൻ വിപണിയിൽ കൊണ്ടുവരാനാണ് പദ്ധതികളുള്ളത്. EV-കളുടെയും SUV-കളുടെയും വിഭാഗങ്ങളിൽ പ്രസക്തി നിലനിർത്താൻ പുതിയ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കേണ്ട നിർണായക ഘട്ടത്തിലാണ് കൊറിയൻ കമ്പനികൾ.